ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെയും CPM അനുഭാവികളുടെയും ഉള്ളിൽ തീരാ നോവായി തുടരുന്ന സഖാവ് ഷിബിൻ കൊലക്കേസിൽ ഒരു നിർണായകമായ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. സാക്ഷിമൊഴികളെ അവിശ്വസിച്ച വിചാരണ കോടതി വെറുതെ വിട്ട 17-അംഗ മുസ്ലിം ലീഗ് കൊലയാളി സംഘവും കുറ്റക്കാരാണെന്ന് കേരള ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി ശിക്ഷ വിധിക്കുക എന്നൊരു നടപടിക്രമം മാത്രമാണ് ഈ കേസിൽ ബാക്കിയുള്ളത്. ഉമ്മൻചാണ്ടി സർക്കാരും മുസ്ലിം ലീഗും ചേർന്ന് അട്ടിമറിച്ച മറ്റൊരു കേസിൽ കൂടി കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചു എന്നതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2015 ജനുവരി 22-നായിരുന്നു കോഴിക്കോട് നാദാപുരം തൂണേരിയിൽ ഷിബിൻ എന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകനെ ബൈക്കിൽ സഞ്ചരിക്കവേ രാത്രി തടഞ്ഞു നിർത്തി മുസ്ലിം ലീഗിന്റെ കൊലയാളി സംഘം വെട്ടി വീഴ്ത്തുന്നത്. അന്ന് ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയ ശേഷമാണ് ഷിബിനെ തെയ്യമ്പാടി ഇസ്മായിൽ എന്ന മുസ്ലിം ലീഗ് കൊലപാതകിയുടെ നേതൃത്വത്തിലുള്ള 17-അംഗ സംഘം മഴുവിന് വെട്ടി കൊലപ്പെടുത്തുന്നത്. കേരള രാഷ്ട്രീയ ചരിത്രം കണ്ട ഏറ്റവും ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒന്നാണിതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം കൊല്ലപ്പെടുമ്പോൾ സഖാവ് ഷിബിന്റെ പ്രായം വെറും 17 വയസ്സായിരുന്നു. 17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ യാതൊരു ദയയും ദാക്ഷിണ്യവും ഇല്ലാതെ മഴുവിന് വെട്ടി കൊലപ്പെടുത്തിയ ആ കൊലയാളി സംഘത്തെ എല്ലാ രീതിയിലും സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ സ്വീകരിച്ചത്. ഷിബിന്റെ വിലാപയാത്രയ്ക്ക് നേരെ പോലും വലിയ അക്രമമാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്നും അഴിച്ചുവിടപ്പെട്ടത്. അതിൻ്റെ സ്വാഭാവിക പ്രതികരണം എന്നോളം തിരിച്ചും അക്രമമുണ്ടായി. അതിനെ പള്ളി ആക്രമിക്കുന്നേ, മുസ്ലിങ്ങളെ ആക്രമിക്കുന്നേ എന്ന് നിലവിളിച്ചുകൊണ്ട് ഒരു വർഗീയ കലാപമാക്കി മാറ്റാൻ മുസ്ലിം ലീഗ് തങ്ങളാൽ കഴിയുന്ന എല്ലാ ശ്രമങ്ങളും അന്ന് നാദാപുരത്ത് പുറത്തെടുത്തു. അതുമാത്രമല്ല, അന്ന് മുസ്ലിം ലീഗ് നടത്തിയിരുന്ന വീടാക്രമണങ്ങൾ, ഈ CPM അനുഭാവികളുടെയും പ്രവർത്തകരുടെയും വീടാക്രമണങ്ങൾ പോലും ഹിന്ദു നാമധാരികളുടെ വീടുകൾ തെരഞ്ഞുപിടിച്ചായിരുന്നു. അന്ന് ആക്രമിക്കപ്പെട്ടത് ഹിന്ദു നാമധാരികളായ CPM അനുഭാവികളും പ്രവർത്തകരുടെയും വീടുകൾ മാത്രമായിരുന്നില്ല. ഹിന്ദു നാമധാരിയായ പ്രാദേശിക കോൺഗ്രസ് നേതാവിൻ്റെ വീടും പോലും ആക്രമിക്കപ്പെടുകയും കൊള്ളയടിക്കുകയും ചെയ്തു ഈ മുസ്ലിം ലീഗിൻ്റെ കൊലയാളി സംഘം. അതിനുശേഷം സ്വാഭാവിക പ്രതികരണം എന്നോണം ഈ കൊലയാളി സംഘത്തിലെ അംഗങ്ങളുടെ വീടുകളും ആക്രമിക്കപ്പെട്ടു. എന്നാൽ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ സ്വീകരിച്ച നയം ഈ കൊലയാളി സംഘത്തിൻ്റെ ആക്രമിക്കപ്പെട്ട വീടുകൾക്ക് നഷ്ടപരിഹാര തുക പ്രഖ്യാപിക്കുക എന്നായിരുന്നു. തൂണേരി ഷിബിൻ കൊലക്കേസിലെ 1-ാം പ്രതിയായ ഷിബിനെ മഴുവിന് വെട്ടിക്കൊലപ്പെടുത്തിയ, ഇപ്പോൾ കേരള ഹൈക്കോടതി തന്നെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ തെയ്യമ്പാടി ഇസ്മായിലിന്റെ കുടുംബത്തിന് മാത്രം അന്ന് ഉമ്മൻചാണ്ടി എന്ന മഹാമനസ്കനായ മുഖ്യമന്ത്രി സമ്മാനിച്ചത് 17.5 ലക്ഷം രൂപയാണ്. അങ്ങനെ വിവിധ മുസ്ലിം ലീഗ്, ഇതേ കേസിൽ പ്രതിയാക്കപ്പെട്ട മുസ്ലിം ലീഗ് കൊലയാളി സംഘങ്ങളുടെ വീടുകൾക്ക് മൊത്തത്തിൽ 50 ലക്ഷത്തോളം രൂപ അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ നഷ്ടപരിഹാരം എന്ന രൂപത്തിൽ നൽകുകയുണ്ടായി. കേരളത്തിൽ മറ്റെവിടെയും ഒരു രാഷ്ട്രീയ കൊലപാതകത്തിലെ പ്രതിക്ക് ഇത്തരത്തിൽ റിവാർഡുകൾ സർക്കാർ തന്നെ നൽകുന്ന ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അതാദ്യമായി കേരള ചരിത്രത്തിൽ സംഭവിച്ചത് തൂണേരി ഷിബിൻ കൊലക്കേസിലായിരുന്നു എന്നത് ശ്രദ്ധേയമായൊരു വസ്തുതയാണ്. ആ നഷ്ടപരിഹാര തുക വിതരണത്തിനെതിരെ അന്ന് സഭയിൽ ഏറ്റവും ഉറക്കെ സംസാരിച്ച വ്യക്തി കുറ്റ്യാടി MLA ആയ KK ലതികയായിരുന്നു. KK ലതിക ഈ നിലപാടില്ലാത്ത ഈ കൊലയാളി സംഘത്തെ പ്രീണിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായി തന്നെ സഭയിൽ സംസാരിച്ചു. എന്നാൽ അതിനെ മുസ്ലിം ലീഗ് നാട്ടിൽ പറഞ്ഞു പരത്തിയത് മുസ്ലിങ്ങൾക്കെതിരെ KK ലതിക സംസാരിക്കുന്നു, മുസ്ലിങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാതിരിക്കാൻ KK ലതിക സംസാരിക്കുന്നു എന്നായിരുന്നു. അങ്ങനെ ഒരു വർഗീയ ചുവയിൽ ഈ മൊത്തം വിഷയത്തെ മാറ്റിയെടുത്ത് തങ്ങളുടെ പ്രവർത്തകർ നടത്തിയ ഈ ക്രൂരമായ കൊലപാതകത്തെ പൊതിഞ്ഞു പിടിക്കാനായിരുന്നു മുസ്ലിം ലീഗിന്റെ സംഘം എന്നും ശ്രമിച്ചിട്ടുള്ളത്. MK മുനീറിൻ്റെയും ഇപ്പോഴത്തെ MLA ആയ KK രമയുടെയും നേതൃത്വത്തിലായിരുന്നു അന്ന് ഈ കേസിന്റെ സാക്ഷിമൊഴികൾ പോലും അട്ടിമറിക്കപ്പെട്ടതെന്ന ആരോപണം അന്ന് ശക്തമായി ഉയർന്നിരുന്നു. പക്ഷേ എത്ര ആരോപണം ഉയർന്ന ശേഷവും അന്ന് പ്രതികളെല്ലാവരും സാക്ഷിമൊഴികളിലെ ലൂപ്പ് ഹോളുകൾ മൂലം വെറുതെ വിടപ്പെടുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ദാരുണമെന്ന് തന്നെ പറയട്ടെ, ഈ കേസിലെ 3-ാം പ്രതിയായിരുന്ന മുഹമ്മദ് അസ്ലമും പിന്നീട് വിചാരണയിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം പുറത്തിറങ്ങിയ ശേഷം കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഈ ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകത്തിൽ ഇപ്പോൾ കേരള ഹൈക്കോടതിയുടെ ഒരു നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്.
കീഴ്ക്കോടതി വിചാരണ കോടതി വെറുതെ വിട്ട 17 പ്രതികളും കുറ്റക്കാരാണെന്നും അവരെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണമെന്നും കേരള ഹൈക്കോടതി ഇന്ന് വിധിച്ചിരിക്കുകയാണ്. അങ്ങനെ നീണ്ട 9 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം സഖാവ് ഷിബിൻ്റെ കേസിൽ നീതി നടപ്പാവുകയാണെന്ന് നമുക്ക് വിശ്വസിക്കാം.